വന്ന് അടുത്ത കോമഡി. എനിക്ക് മൾട്ടിമൈലോമ ക്യാൻസർ ആണ്. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. സംഭവിച്ചേ അത് എന്റെ ഡോക്ടറിന് അബദ്ധം പറ്റിയതാണ്. എങ്ങനെ, എന്താ അബദ്ധം? പുള്ളി ഡയഗ്നൈസ് ചെയ്ത ശരിയായില്ല. ഓ, എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ആറാട്ടുമുണ്ടന്റെ കഴപ്പ് മാറി കിട്ടിയിട്ടുണ്ട്. ആറാട്ടുമുണ്ടൻ ഇപ്പോ പുതിയ പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ക്യാൻസർ അല്ല, ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ്. അതായത് ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ്, വെറും ഇൻഫെക്ഷൻ മാത്രമാണെന്ന്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇമാതിരി പോക്കരിത്തരം കളിക്കുന്ന റീച്ചിന് വേണ്ടിയിട്ട് മുന്നേ ഒരുത്തൻ ഞാനിനി ജീവിക്കാനില്ല, എനിക്ക് എന്റെ അവസാന പിടിപെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഓർമ്മയുണ്ടല്ലോ. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? തൊട്ടടുത്ത ദിവസം അവൻ വന്നിട്ട് പറഞ്ഞ എന്താണ്, എനിക്ക് മാനസിക സമ്മർദ്ദമാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇമാതിരി കാട്ടപരാധികളാ. ഒരു കാരണം വെച്ചാലും കേരള സമൂഹം, മലയാളികൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ മലയാളികൾ യുവന്മാരെ പിന്നെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് യുവന്മാര് വന്നിട്ട് ഇങ്ങനെ പറ്റിക്കുന്നത്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. ഒരു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനിനി ജീവിക്കില്ല, 2 മാസം എനിക്ക് ആയുസുള്ളൂ എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ഇടുന്ന ഇതുപോലെ ഒരു അപരാധിയെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ പിന്നെ എന്താ പറയണ്ടേ? ഇവൻ എന്ത് എന്റർടൈൻ ചെയ്യുന്നു പറഞ്ഞേ? ഇവൻ ആരാണ്? ഇവൻ കോമഡി ആർട്ടിസ്റ്റ്? എന്താണ് ഇവൻ? തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരെ വെട്ടിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു പ്രൊഫഷണൽ ഫ്രോഡ് ആൾക്കാരുണ്ട്. ഇവന്മാരെ നിങ്ങൾ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ബർത്ത്ഡേ വിഷസിനോ, ഇവന്റെയൊക്കെ ബർത്ത്ഡേ വിഷസ് കിട്ടിട്ട് നിങ്ങൾക്ക് എന്താക്കാനാണ്? ഡോക്ടർക്ക് തെറ്റുപറ്റിയാന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. എന്ത് തെമ്മാടിത്തരാണ്? നമ്മുടെ ശക്തമായിട്ടുള്ള ആരോഗ്യ രംഗത്തെ, അതുപോലെ ഡോക്ടർ ആ ഒരു സമൂഹത്തെ മൊത്തം ഇവൻ അധിക്ഷേപിക്കല്ലേ? ഇവൻ ആരാണ്? ഇവന്റെ കാല് പൊളിയുന്ന ദിവസം അധികം വിദൂരല്ല. നിങ്ങൾ കണ്ടോ? നാട്ടുകാരെങ്കിലും പണിയും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനം. ശരി, താങ്ക്സ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.